അദ്ദേഹം ഈ ചെറുപ്പക്കാരനോട് പറയുകയാണ്, നിങ്ങൾ ക്ഷണിച്ചിട്ട് ഞാൻ വന്നതല്ലാലോ, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ അത് മറ്റു രീതിയിൽ ചിത്രീകരിക്കപ്പെടില്ലേ? അദ്ദേഹം ആരെയും അറിയിച്ചുകൊണ്ട് പോയതല്ല. അദ്ദേഹത്തിന് തോന്നുന്നു അവിടെ എത്തണമെന്ന്. കാരണം എല്ലാ ഘട്ടത്തിലും കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളിൽ പ്രമുഖ സ്ഥാനത്തിരിക്കുന്നവരിൽ ഒരാളാണ് മമ്മൂട്ടി. എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ എന്തും വിവാദമാക്കാൻ ശ്രമിക്കുന്നവരുണ്ടല്ലോ, ആ വിവാദത്തിനൊരു അവസരമുണ്ടാക്കി കൊടുക്കൂലേ എന്നാണ് മമ്മൂട്ടി സൗദ്ദേശത്തോടെ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. നമ്മുടെ നാട്ടിൽ ഇത്തരമൊരു എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ എത്തിപ്പെടുകയായിരുന്നു. അത് ആ 178 കുടുംബങ്ങൾക്കുള്ള ആശ്വാസം മാത്രമല്ല, നമ്മുടെ നാട് എങ്ങനെ കരുതലോടെ ആളുകളെ ചേർത്ത് പിടിക്കുന്നു, ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. ഇങ്ങനെ ആരും ക്ഷണിക്കാതെ ഒരുപാട് ആളുകൾ അവിടെ എത്തിപ്പെട്ടു. അക്കൂട്ടത്തിൽ ഒരാളാണ് നമ്മുടെ കേരളത്തിൻ്റെ മലയാളിയുടെ മഹാനടൻ മമ്മൂട്ടി. ആ സന്ദർശനം അദ്ദേഹം ആരെയും അറിയിച്ചുകൊണ്ട് പോയതല്ല. അദ്ദേഹത്തിന് തോന്നുന്നു അവിടെ എത്തണമെന്ന്. കാരണം എല്ലാ ഘട്ടത്തിലും കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളിൽ പ്രമുഖ സ്ഥാനത്തിരിക്കുന്നവരിൽ ഒരാളാണ് മമ്മൂട്ടി. നമുക്കെല്ലാവർക്കും അറിയാം. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, സാമൂഹ്യ രംഗത്തുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാം അദ്ദേഹം ഇടപഴകുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഒരു കാര്യം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, ചെന്നൈയിൽ നിന്ന് നന്നേ കാലത്ത് കണ്ണൂരോ കോഴിക്കോടോ എത്തി. അവിടുന്ന് കോഴിക്കോടാണ് എത്തിയത്. അവിടുന്ന് വയനാട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തി അത് കാണുക, അതിൻ്റെ ഭാഗമാവുക എന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ആ നല്ല മനസ്സോടെയാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. നമ്മുടെ നാട്ടിൽ എന്തിനേയും വിവാദമാക്കാൻ തയ്യാറാകുന്ന ആളുകളുണ്ടല്ലോ. അപ്പം അദ്ദേഹത്തെ അവിടെ വീടുകളെല്ലാം സന്ദർശിക്കുന്നു. അതിൻ്റെ ആൾക്കാരുണ്ട് അവിടെ, എല്ലാ ഘട്ടത്തിലും അവരുണ്ട്. അവർ വീടുകൾ കാണിച്ചു കൊടുക്കുന്നു, കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവിടുത്തെ ഇത്തരം കാര്യങ്ങളിൽ സാധാരണഗതിയിൽ നല്ല നിലക്ക് അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ആ ജില്ലയിലുള്ള CPIMൻ്റെ ജില്ലാ സെക്രട്ടറി റഫീഖ്. ആ ചെറുപ്പക്കാരനും അവിടെയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നു. അപ്പോൾ ആരെയും അറിയിച്ചുകൊണ്ടുള്ള യാത്രയല്ല മമ്മൂട്ടിയുടേത്. സ്വാഭാവികമായി അദ്ദേഹം ഈ ചെറുപ്പക്കാരനോട് പറയുകയാണ്, നിങ്ങൾ ക്ഷണിച്ചിട്ട് ഞാൻ വന്നതല്ലാലോ, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ അത് മറ്റു രീതിയിൽ ചിത്രീകരിക്കപ്പെടില്ലേ? എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ എന്തും വിവാദമാക്കാൻ ശ്രമിക്കുന്നവരുണ്ടല്ലോ, ആ വിവാദത്തിനൊരു അവസരമുണ്ടാക്കി കൊടുക്കൂലേ എന്നാണ് മമ്മൂട്ടി സൗദ്ദേശത്തോടെ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. ഇത് തീർത്തും വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യമാണ്, ഒരു ക്യാമറയുടെയും മുന്നിൽ പറഞ്ഞതല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ക്യാമറയും ശരീരത്തിൽ വെച്ച് നടക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോൾ ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ ഇവരുടെ അടുത്ത് നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഷർട്ടിന് ബട്ടണുണ്ട്. ഈ ബട്ടൺ സാധാരണ ബട്ടൺ എല്ലാവർക്കും ഉണ്ടല്ലോ. എന്നാൽ ചില ബട്ടൺ ക്യാമറയായിരിക്കും. നമ്മുടെ പോക്കറ്റിൽ പേനയുണ്ട്, ചില പേന ക്യാമറയായിരിക്കും, നമ്മളറിയില്ല. അപ്പോൾ
ഇത് വിവാദമാക്കാൻ താല്പര്യമുള്ളവർ വലിയ തോതിൽ വിവാദമാക്കിയിട്ടു.